ഹലോ, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേറൊന്നുമല്ല, ആദ്യം റൈഡുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് തലശ്ശേരി ജഗന്നാഥ ടെമ്പിളാണ്. അവിടുത്തെ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ വീഡിയോസാണ്. ലച്ചുക്കുട്ടൻ ആദ്യം തന്നെ ഒരു ഹെലികോപ്റ്റർ റൈഡിലൊക്കെ കയറിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ എയർപ്ലെയിനോ അങ്ങനെ എന്തോ സംഭവം, കുറേ ചട്ടമ്പീസും ഉണ്ട്. ഇതാണ് അവിടുത്തെ തിരക്കെന്ന് പറയുന്നത്. ജഗന്നാഥ ടെമ്പിൾ തിരക്കെന്ന് കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ടു. ഇതുപോലെ ജനക്കൂട്ടം ഞാൻ തലശ്ശേരിയിൽ എവിടെയും കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്തായതുകൊണ്ട് സുഖമായിരുന്നു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വരാൻ. എന്നാലും ലാസ്റ്റ് 3 ഡേയ്സിലുള്ള വീഡിയോസാണിത്. പിന്നെ ഞങ്ങൾ കയറിയത് ലച്ചുക്കുട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് രണ്ടാമതൊരു ഡ്രാഗൺ ട്രെയിനിൽ കയറി. അതിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ ഓടി വന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഡേ പോയത് നേരെ ക്ഷേത്രത്തിലേക്കായിരുന്നു. ദർശനം കിട്ടി, നന്നായി തൊഴാൻ പറ്റി. ഇതാണ് ജഗന്നാഥ ക്ഷേത്രം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരുണ്ടാവുമല്ലോ. ഇതാണ് തലശ്ശേരി മെയിൻ ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ദിവസം കുട്ടികളെ കൊണ്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പക്ഷെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അമ്മമ്മയും ലച്ചുക്കുട്ടനും കൂടെ ഒരു ട്രെയിനിലാണ് കയറിയത്. ഇത്തവണ അതുകൊണ്ട് അവർക്ക് കമ്പനി ഉണ്ടായിരുന്നു. അവർ നല്ല അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങ് പോന്നു. ഫസ്റ്റ് കയറിയ റൈഡ് അത് തന്നെയായിരുന്നു, സെയിം. അങ്ങനെ അവർ ട്രെയിൻ സ്റ്റേഷനിലെത്തി നിർത്തിയിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ നേരെ കയറിയത് അവിടെ തന്നെ പെറ്റ് ഷോ കാണാനായിരുന്നു. ഞങ്ങൾ അങ്ങനെ പെറ്റ് ഷോ കാണാനായിട്ട് കയറി. കുറേ പ്രാവ്, കോഴികൾ, ബേഡ്സ്, അങ്ങനെ പല പല സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. പലതിൻ്റെയും പേരുകൾ ഇപ്പോഴും കറക്റ്റായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ രണ്ടും കൂടെ ഭയങ്കര ഫൈറ്റായിരുന്നു. ഒന്നിനെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ മറ്റേന് തീരെ താല്പര്യമില്ല. ഇനി ഇവിടെ നമ്മുടെ ലവ് ബേഡ്സ് തന്നെ അറിയാമല്ലോ, അവരെപ്പോഴും ഇണക്കുരുവികളാണ്. ഇവിടെ 2 പേരും വേണ്ട ഈഗോയും പിടിച്ചിരിക്കുന്നു, 3 പേര് ലേസി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒന്നും പേര് പോലും അറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും മെൻഷൻ ചെയ്യണം. ഇത് 4 കിളികൾ 4 വശത്ത് ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ ഇരിക്കുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ വാലിൻ്റെ നീളം കണ്ടോ? ഇതൊക്കെ എന്തുവാണോ എന്തോ അറിയത്തില്ല. ഈ സാധനത്തിൻ്റെ പേരും അതും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ചുരുണ്ടുകൂടി അവിടെ കിടക്കുന്നുണ്ട്, കാണാൻ നല്ല ചന്തവുമുണ്ട്. പിന്നെ ഇതെന്താ പട്ടിയാണോ പൂച്ചയാണോ അതൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ബോഡി ഷേപ്പുള്ള എന്തോ ഒരു സാധനം ചുരുണ്ടുകൂടി കിടക്കുന്നു. ഇവരൊക്കെ അറിയാലോ. ഇത് പിന്നെ നമ്മുടെ മെക്കാവു. പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ പാരറ്റിനെയും പാമ്പിനെയും ഒക്കെ നമുക്ക് ദേഹത്തിങ്ങനെ അവർ വെച്ച് തരും. അതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ചെയ്തില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ്. പിന്നെ വൈകുന്നേരം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ആൾക്കാരുടെയൊക്കെ നിരക്ക് നോക്കിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പുറത്ത് 4 മണി ആകാറായി. ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും ആളുകൾ കുറേ ഉള്ളപ്പോഴല്ലേ നമുക്ക് പോകാനൊരു ഹരം. അങ്ങനെ ഞങ്ങൾ പോയി. അന്ന് കയറിയത് നമ്മളുടെ ആകാശത്തൊട്ടിലായിരുന്നു. അതിൽ കയറി. ലച്ചുക്കുട്ടൻ അതിൽ കയറി ഇരിക്കുന്നുണ്ട്. ഒരു പേടിയില്ലാത്ത ഒരാളാണ്. 6 വയസ്സുള്ള കുഞ്ഞാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പേടിയില്ല, സുഖമായിട്ട് അവളെ ആരും പിടിക്കണ്ടെന്ന് പറഞ്ഞ് അവളിരുന്നു. അവിടെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഇടയിൽ കൂടെ കാണുന്നുണ്ട്. അതാ തലശ്ശേരി മൊത്തം അല്ല, ജഗന്നാഥ ടെമ്പിൾ മൊത്തം കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ജോളിയായിരിക്കും ക്ഷേത്രത്തിൽ ഉത്സവം കഴിയുന്നത് വരെ. ഞാൻ അവിടുത്തെ നോട്ടീസ് വായിച്ച് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് കുംഭമാസത്തിലാണ് നടക്കുന്നത്. പിന്നെ ഈ ഒരു റൈഡ് കണ്ടോ, ഇതിൽ കയറിയല്ലോ എന്നുള്ളതായിപ്പോയി. നിങ്ങൾക്ക് വേണേൽ സ്ലോ മോഷനിൽ എന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്നെ എന്ന് പറഞ്ഞാൽ ഞാനും ലച്ചുക്കുട്ടനുമാണ് ഇരുന്നത്. ഇതിൻ്റെ ഒരു എയറുണ്ട്, നമ്മുടെ തല എടുത്തിട്ട് എറിയും. നല്ല രസമായിരുന്നു. അറ്റ് ലാസ്റ്റ് ആ ഒരു അവസാനത്തെ ദിവസത്തിലേക്ക്, ക്ഷേത്രത്തിലെ ലാസ്റ്റ് ഉത്സവത്തിനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അന്ന് കുളിച്ചൊരുങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ട് എഴുന്നള്ളത്ത് കാണാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു.
അപ്പോൾ അന്നത്തെ തിരക്ക് കാരണം ഞങ്ങൾ ഇങ്ങ് തൊഴുതിട്ട് തിരിച്ചു പോന്നു. പിന്നെ ഒന്ന് ഫ്രഷായി ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല കിടിലം വെടിക്കെട്ട് കാണാമായിരുന്നു. അത് കണ്ട് കുറേ സമയമായിരുന്നു. അപ്പോൾ ഇതാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ, തലശ്ശേരിയിലെ ഫേമസ് ആയിട്ടുള്ള ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. കണ്ടിരിക്കേണ്ട ഒരു ഉത്സവം തന്നെയാണ്. ജാതി മത ഭേദമന്യേ തലശ്ശേരിയിലുള്ള എല്ലാ ജനങ്ങളും ഒത്തുകൂടുന്ന ഒരു സ്ഥലം, ഒരു ഉത്സവം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.